بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. മാന്യ പീസ് റേഡിയോ ശ്രോതാക്കൾ, ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ശവ്വാൽ അമ്പിളി പെരുന്നാൾ ദിന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. കൊച്ചുകൂട്ടുകാരുടെ പാട്ടും പ്രസംഗവും അതുപോലെ തന്നെ മറ്റു വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുമായിട്ട് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം കൊച്ചുകൂട്ടുകാരോടൊപ്പം ഞാൻ ജൗഹർ ഒഴുകൂർ, ഞാൻ അമീൻ അഹമ്മദ് മങ്കട. കൂട്ടുകാരുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് നീങ്ങുന്നത്. ആദ്യമായിട്ട് നമ്മോടൊപ്പം ആരാണ് പങ്കെടുക്കുന്നത്? നല്ല ഒരു മലയാള സോങ്ങുമായിട്ട് ഫാത്തിമ സൻഹ ഇ ആണ്. ഫാത്തിമ സൻഹ ഈ AMUP സ്കൂൾ പുത്തൂർ പള്ളിക്കയിലെ 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത, AMUP സ്കൂൾ പുത്തൂർ പള്ളിക്കയിൽ ഞാൻ അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് കൂടെയാണ് ഫാത്തിമ സൻഹ എന്നുള്ളത്. അപ്പോൾ ഫാത്തിമ സൻഹയുടെ മനോഹരമായ ഗാനം നമുക്കൊന്ന് കേൾക്കാം, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്തുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാടിരോ. ഇതുപോലുറക്കുന്നൊരുമ്മ ഖൽബോട് ചേർത്തിട്ടൊരുമ്മ. ഉരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും. ഉലയിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടി ചെന്ന് ഉള്ളു നൊന്തു വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയ്യത്ത്? ഞാൻ മരിക്കുന്നതാണെൻ്റെ ഹാജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ. ഉമ്മ ഉമ്മ തളരാത്ത. മാഷാ അല്ലാഹ്, നല്ല അടിപൊളി പാട്ടല്ലേ. ഉമ്മ അവസാനം നിർത്തുന്ന തന്നെ ഉമ്മ ഉമ്മ നിങ്ങളാണ് തണല് അല്ലേ? അതെ, ഏതൊരു മക്കളുടെയും പ്രതീക്ഷയാണ് മാതാപിതാക്കൾ എന്നുള്ളത്. മാതാപിതാക്കളെ നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെന്നല്ല മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോൾ ഇനി എത്ര പ്രായമായാലും നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു കാവലാണ്. ശരിയാണ്, ശരിക്കും ഒരു ആശ്വാസമാണ്. അതെ, നമുക്ക് എന്തൊരു കാര്യം ചെന്ന് പറയാനും ഒക്കെ ഉള്ള ഒരു ആശ്വാസ കേന്ദ്രമാണ് നമ്മുടെ മാതാപിതാക്കൾ. അതിന് അവരോട് ചിലപ്പോൾ പ്രായമായാൽ അവരോട് ചിലപ്പോൾ ഒന്നിനും പറ്റിക്കൊള്ളണമെന്നില്ല, എന്നാലും അവരുടെ ഒരു അഭിപ്രായം സ്വീകരിക്കുക, അവരോടൊരു കാര്യം അവതരിപ്പിക്കുക, അവർ വീട്ടിലുണ്ടാകുമ്പോൾ വീടിന് ഒരു പ്രത്യേക ഒരു സംരക്ഷണം, അതൊക്കെ മാതാപിതാക്കൾ എന്നുള്ള വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു സ്നേഹവും ഒക്കെ പറയുന്ന മനോഹരമായ ഒരു ഗാനമാണ് ഫാത്തിമ സൻഹയിലൂടെ നമുക്ക് ശ്രവിക്കാൻ സാധിച്ചിട്ടുള്ളത്. മനോഹരമായിട്ട് അത് അവൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അടുത്തത് ആരാണ് നമ്മോടൊപ്പം ചേരുന്നത്? നല്ലൊരു അറബി സോങ്ങുമായിട്ട് നിഹ എം ആണ് നമ്മോടൊപ്പം ചേരുന്നത്. GMUP സ്കൂൾ ഒറവംപുരത്തിലെ 6ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് നിഹ എം. അവളുടെ അറബി ഗാനം നമുക്കൊന്ന് കേൾക്കാം, ഇൻഷാ അല്ലാഹ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹംദുലില്ലാഹ് ശുക്രൻ ലില്ലാഹ് അല്ലാഹ് ഔനയ്യാ മദദയ്യാ അല്ലാഹ്. ഇന്ന യഹൂദ യഖ്തുലു ഇഖ്വതൻ ഫീ ഗസാറഫാ അന്നാ നഹ്നു നസ്ബുറു ദൗമിൻ ദംഅനാ ജഫാ ഗർബിയൂന യുൽഖി സ്വൈഹ هم أصفاها شرقيون يولونهم في رفاها يا الله إلا بك هلا يا جل إلا بك حيا يا الله إلا بك هلا يا جل إلا بك حيا وأين الأبطال وأين الرجال وأين الآمال إن يهودا يقتل إخوة في غزارفا أنا نحن نصبر دوما دمعنا جفا لا حد ولا حسرا ظلما يشعل لا عهد لا يشير يسبع يلحق دجال أين عمر أين علي في هذه الأمة أين صلاح الدين ضيء لا يلد أما يا الله إلا بك رحمة يا الله إلا بك حكمة يا الله إلا بك رحمة يا الله إلا بك حكمة وأين سلطان وأين قانون وأين مؤمن إن يهودا يقتل إخوة في غزارفا أنا نحن نصبر دوما دمعنا جفا. മാഷാ അല്ലാ, നിഹ എമ്മിൻ്റെ അറബി ഗാനം. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം ഒരു സ്കൂൾ പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ കേട്ടു. പ്രത്യേകിച്ച് ആ ഗസയുടെ സംഭവം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ആണ് ഈ പാട്ട് കേൾക്കുക അല്ലേ. അതിങ്ങനെ കേട്ട് നമ്മളതിലിങ്ങനെ ലയിച്ചിങ്ങനെ ഇരിക്കുന്ന അതേ ഫീലിംഗ്, അതേ ഒരു ഫീലിംഗാണ് നിഹമോൾ ഈ പാട്ട് പാടിയപ്പോൾ എനിക്കുണ്ടായത്. അത്രയും ഹൃദയസ്പർശിയായിട്ട് ഈ ഒരു പാട്ടിനെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റി, നിഹമോൾക്ക് ശ്രോതാക്കൾക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയ കാര്യം. അടുത്തതായിട്ട് നമ്മോടൊപ്പം ആയിഷ ഹൻസയാണ്. ICT പബ്ലിക് സ്കൂളിലെ 2ാം ക്ലാസ്സുകാരിയാണ്. അതെ, നല്ല ഒരു മലയാള സോങ്ങുമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ, ആയിഷ ഹൻസയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിലതു നിധിയാണ്, പടിവാതിലെ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. കനിവാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ. അത് പപ്പുവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ.
പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിലതു നിധിയാണ്. പടിവാതിലെ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. ഒരു നാടിനടയാളം തിരുമേനിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാരെ തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ. ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വിധിയ, ചിത്തിര പൂമുഖ ചേർത്താല പന വീടിനു കൊതിയ. ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട്. മുത്ത് പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിലതു നിധിയാണ്. പടിവാതിലെ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. ശുക്രൻ. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ദേശത്തിൻ്റെ രാജാവാണ് അല്ലെ. മക്ക മദീന ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ രാജാവ്, ഇസ്ലാമിക ഭരണാധികാരിയാണ്. ആ ഒരു ഭരണാധികാരിയുടെ കൊട്ടാരത്തിൻ്റെ അവസ്ഥയാണ് ഈ ഒരു പാട്ട് അല്ലേ. ശരിക്കും ഒരു സാമ്രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സൗകര്യങ്ങളുള്ള അല്ലേ ഒരു വലിയ ബിൽഡിംഗ് ആയിരിക്കും. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല ഖുലഫാഉർ റാഷിദീൻ ഇസ്ലാമിക ഭരണാധികാരികളായിട്ടുള്ള അന്നത്തെ കാലത്തെ ഇസ്ലാമിക ഭരണാധികാരികളുടെ വീടുകളൊക്കെ ഒരുപക്ഷെ പ്രജകളുടെ അവരുടെ സ്വഹാബത്തിൻ്റെ വീടുകളെക്കാൾ ചെറിയ വീടുകളുള്ള ഭരണാധികാരികളെയാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് നമ്മുടെ ആയിഷ ഹൻസ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് അവൾ പാടിയിട്ടുണ്ട്. മാഷാഅല്ലാഹ്. അതെ. കൂടാതെ നമ്മോടൊപ്പം ഇനി ആരാണ്? നഫ്ല അല്ലേ, നല്ല മലയാള സോങ്ങുമായി GUPS വടുതലയിൽ നിന്നാണ് അല്ലേ. LKG സ്റ്റുഡൻ്റാണ് നമ്മുടെ നഫ്ല മോള്. GUPS വടുതലയിൽ നിന്നും മലയാള ഗാനവുമായി സ്റ്റാർ ക്വസ്റ്റിൽ ശ്രോതാക്കളോടൊപ്പം കേട്ട് തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമലൈക്കും. തത്തി തത്തി താളത്തിൽ തൊള്ളം തത്തമ്മേ, തക്കം നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ. നിന്റെ പേരെന്താ അറിഞ്ഞില്ലല്ലോ, നിന്റെ നാടേതാ അറിഞ്ഞില്ലല്ലോ. പാറി പാറി പോവാതെ ദൂരെ ദൂരെ മാറാതെ പേരെന്താ നാടേതാ ചൊല്ലു തത്തമ്മേ. പോരൂ പോരൂ പാലു തരാ, മുത്തിൻ ചൊറ നൂണ് തരാ, പട്ടുമെത്താതെന്നിട പട്ടുറുമ്പായി കെട്ടിയിട, പാട്ടുപാടി ഇറക്കാനാ പോരൂ തത്തമ്മേ, പോരൂ തത്തമ്മേ. മാഷാ അല്ലാഹ്, നല്ല അടിപൊളി സോങ് അല്ലേ. അതെ, മറ്റേ നമ്മളെ സ്കൂളിലൊക്കെ പാടി പഠിക്കുന്ന പാട്ടാണ് തോന്നുന്നത് അല്ലേ. അതെ. നഫ്ല LKG സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ LKG സ്റ്റുഡൻറ്റിന് ഇങ്ങനെ ഒരു മെസ്സേജ് പീസ് റേഡിയോ എന്ന് കിട്ടുമ്പോൾ, അതും ഇന്ന സമയത്തിനുള്ളിൽ വേണമെന്ന് പറയുമ്പോൾ, പുതിയൊരു പാട്ട് പഠിക്കാനൊന്നും ഇപ്പോൾ എന്നെ കിട്ടൂല. ഞാൻ പഠിച്ചൊരു പാട്ടുണ്ട്, അതങ്ങ് പാടിത്തരാം എന്നാണ് നഫ്ല അതാണ് പറഞ്ഞത്. ഞാൻ പഠിച്ചോന്നുണ്ട്, വേണമെങ്കിൽ കേട്ടോളി അല്ലേ. അപ്പം അങ്ങനെ പാടിയ തത്തമ്മയുടെ പാട്ടാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത്. ഉഷാറായിട്ടുണ്ട്, കഴിവിനനുസരിച്ച് പാടിയിട്ടുണ്ട്. അതെ, കഴിവിനനുസരിച്ചല്ല, കഴിവിൻ്റെ അപ്പുറം പാടിയിട്ടുണ്ട്. യെസ്, അതാണ് നഫ്ല മോള്. അടുത്തതായിട്ട് നമ്മോടൊപ്പം ആരാണുള്ളത്? നൈല. യെസ്, മലയാളം സോങ് തന്നെയാണ്. GUPS വടുതലയിൽ നിന്ന് തന്നെയാണ്. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് നഫ്ലയും നൈലയും. കേൾക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അസ്സലാമലൈക്കും. സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ പടച്ചതല്ലാഹു, മണ്ണും പിന്നും നമ്മൾക്കായി
ഒരുക്കിയതല്ലാഹു. ജീവൻ നിലനിർത്താനായി വെള്ളം ചൊരിഞ്ഞതല്ലാഹു. കാണാൻ കണ്ണും കേൾക്കാൻ കാടും നൽകിയതല്ലാഹു. ആരാധിക്കണേ അവനെ മാത്രം. മാഷാ അല്ലാ, നല്ല അടിപൊളി പാട്ടാണ് പാടിയിട്ടുള്ളത്. നമ്മുടെ മദ്രസയിൽ ഇപ്പോൾ 1ാം ക്ലാസ്സിലാണ് തോന്നുന്നു ഈ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഏതായാലും അടിപൊളിയായിട്ട് പാടി. കഴിവിനപ്പുറം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാളും അതെ സഹോദരിമാരാണ് തോന്നുന്നു അല്ലേ? അതെ, നഫ്ലയും നൈലയും ഒരേ കോർവയുള്ള പേരാണ് ആണ് അല്ലേ? അപ്പോൾ ഒരു സഹോദരിമാരായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതെ, അത് ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരാൾ 4ാം ക്ലാസ്സിലും ഒരാൾ LKGയിലുമാണ്. അപ്പോൾ അവർ പഠിച്ച പാട്ട് അതിനനുസരിച്ച് അവർ ഉഷാറാക്കി പാടിയിട്ടുണ്ട്. അതെ. തൊട്ടടുത്തതായിട്ട് സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ആരാണ്? നൂഹ എസ്. നല്ലൊരു മലയാള സോങ്ങുമായിട്ടാണ് വരുന്നത്. പഞ്ചായത്ത് യൂണിയൻ പ്രൈമറി സ്കൂൾ യെസ്. പാക്കണ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗൂഡല്ലൂരുള്ളൊരു സ്ഥലമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ കേരളം വിട്ടോ? അതെ, പാക്കണ എന്നുള്ളത് ഞാൻ കേട്ടത് ഗൂഡല്ലൂരുള്ള സ്ഥലമാണ് ആണല്ലേ. പഞ്ചായത്ത് യൂണിയൻ പ്രൈമറി സ്കൂൾ പാക്കണയിൽ നിന്നും 5ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് നൂഹ. മലയാളം ഗാനമാണ്, നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമലൈക്കും. പണ്ട് പണ്ട് പായ കപ്പല് കയറിക്കൊണ്ടേ വിടമില്ലണല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ. പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമിലാണെന്നല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ. പതിയത് കൊടുങ്ങല്ലൂർ കരയവരണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു. അത് കേട്ട് പെരുമാളിൽ മനസ്സകം തെളിഞ്ഞു. പതിയത് കൊടുങ്ങല്ലൂർ കരയവരണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു. അത് കേട്ട് പെരുമാളിൻ മനസ്സകം തെളിഞ്ഞു. ഷഹാദത്തോതി മണ്ണിൽ തെളിഞ്ഞു ജ്യോതി. പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമിലാണെന്നല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ. മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പുകത്ത്. മതസൗഹാർദ്ദത്തളന്ന് കൈകൾ കോർത്ത് പിടിത്ത് മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പുകത്ത്. മതസൗഹാർദ്ദത്തളന്ന് കൈകൾ കോർത്ത് പിടിത്ത് അണിയായി നീങ്ങിയെങ്ങും സന്തോഷം പൊങ്ങി. പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമിലണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ. അറബിയത്തൻ പരിഷ്കാരം ഇവിടമിൽ വളർന്ന് അറബിയും നമ്മളത്തെ ഹൃദയങ്ങൾ പുണർന്ന് അണിയായി മണ്ണിലെങ്ങും ഇസ്ലാമും വളർന്ന്. അറബിയത്തൻ പരിഷ്കാരം ഇവിടമിൽ വളർന്ന് അറബിയും നമ്മളൊത്ത് ഹൃദയങ്ങൾ പുണർന്ന് അണിയായി മണ്ണിലെങ്ങും എന്നും ഇസ്ലാമും വളർന്ന് പടർന്ന് കയറി കൽബിൽ തമസ് മാറി. പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമിലണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ. ഇസ്ലാമിൻ്റെ മഹത്തരമായ സന്ദേശം കേരളത്തിലേക്ക് കൊണ്ടുവന്ന മാലിക് ബിൻ ദിനാർ അദ്ദേഹത്തിൻ്റെയും സംഘത്തിൻ്റെയും ചരിത്രം പറയുന്ന നല്ല മനോഹരമായൊരു ഗാനമാണ്. ശരിക്കും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ ഓരോന്നും ഓരോ രൂപത്തിൽ പാട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്.
ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലേ. അതുമെല്ലാം പ്രത്യേകം എടുത്തു പറയേണ്ട കുറേ വിഷയങ്ങൾ പാട്ട് രൂപത്തിലൂടെയും പഠിപ്പിക്കപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന അത് വ്യത്യസ്തങ്ങളായ രൂപത്തിലൂടെ പാട്ടിലൂടെ, കഥയിലൂടെ, പ്രസംഗങ്ങളിലൂടെ ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പരിശുദ്ധ ഇസ്ലാം അല്ലേ. എത്ര മനോഹരമാണ് ഇസ്ലാം. അപ്പോൾ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം കേരളത്തിലേക്ക് കൊണ്ടുവന്ന മാലിക് ഇബ്നു ദിനാറിൻ്റെ ആ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഗാനമാണ് നമ്മുടെ നൂഹ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. നൂഹ തമിഴ്നാട്ടുകാരിയാണെങ്കിലും അവളുടെ മലയാളത്തിന് ഭംഗിക്കുറവൊട്ടുമില്ല അല്ലേ. ഉഷാറായിട്ട് തന്നെ അത് മനോഹരമായിട്ട് നമുക്ക് പാടിത്തന്നു. ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകളുമായിട്ട് നമ്മോടൊപ്പം ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. തൊട്ടടുത്തതായിട്ട് അൽ ഫിത്ര ഇസ്ലാമിക് സ്കൂൾ ഫറൂഖ് കോളേജിലെ ഹന നസീഖ് ഒരു അറബി ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. അൽ ഉഫൂദതു ജമഅതു കശ്ശബ കശ്ശബരത്തിൽ ഉശ്ശ ഉശ്ശ അലൈക്കും كالشجرة يعلو يعلو عند القمرة من علمها تبل الأشة من علمها تبل الأشة هو الله هو الله سبحان الله سبحان الله. മാഷാ അല്ലാഹ്, നല്ല അടിപൊളിയായി പാടിയാണ്. കുറച്ചുള്ളൂ അല്ലേ? മാഷാ അല്ലാഹ്, പാടിയത് എന്തായാലും അടിപൊളിയായി പാടിയിട്ടുണ്ട്. അതെ, അതായത് ഈ ഹനാ നസീഖ് എന്തെന്ന് വെച്ചാൽ കുറച്ച് പാടുള്ളൂ, ഉള്ളത് ഉഷാറാക്കി. പിന്നെ നമ്മൾ നോക്കേണ്ട അൽഫിത്ര കുട്ടിയാണ്. അതെ അതെ. അപ്പോൾ അവര് ഒരു പാട്ട് മുഴുവൻ പാടുക എന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ. ചില കുട്ടികൾ എന്താ പറയാ, ഈ അൽഫിത്രയിലെ കുട്ടികളൊക്കെ പാട്ട് പാടുന്നത് കേട്ടാൽ നമ്മളൊക്കെ അന്ന് വിട്ടു പോകും അല്ലേ. അപ്പോൾ ഹനാ നസീഖും അതുപോലെ ഒരു കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ അവള് കുറച്ചേ അവതരിപ്പിച്ചിട്ടുള്ളൂ. അടുത്ത വർഷങ്ങളിൽ അവതരിപ്പിച്ചു. അതെ, കഴിവാണ്. അതെ, അടുത്ത വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ അവൾ അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പെരുന്നാൾ സുദിനത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പ്രത്യേക പ്രോഗ്രാം ശവ്വാൽ അമ്പളി പെരുന്നാൾ ദിന പ്രത്യേക സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുന്നു. മുഹമ്മദ് അമാൻ പി ഒരു മലയാള ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. KG2 വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അമാൻ. നമുക്ക് അവൻ്റെ പാട്ട് പോകാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കാണാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചകളേകിയതാരാണ്? പറയാം പറയാം മറുപടി ഞാൻ. അവനാണ് ഗന്നല്ലാഹു അവനാണ് ഗന്നല്ലാഹു. കേൾക്കാൻ നമ്മുടെ കാതുകളിൽ കൈവതു നൽകിയതാരാണ്? പറയാം പറയാം മറുപടി ഞാൻ. അവനാണ് ഗന്നല്ലാഹു അവനാണ് ഗന്നല്ലാഹു. ഓടിച്ചാടി നടന്നിടാൻ കാലുകളാകിയതാരാണ്? പറയാം പറയാം മറുപടി ഞാൻ. അവനാണ് ഗന്നല്ലാഹു അവനാണ് ഗന്നല്ലാഹു. പൂവുകളിൽ പൂമ്പാറ്റകളിൽ ഭംഗിയാകിയതാരാണ്? പറയാം പറയാം മറുപടി ഞാൻ. അവനാണ് ഗന്നല്ലാഹു അവനാണ് ഗന്നല്ലാഹു. ശുക്രാൻ. മാഷാ അല്ലാഹ്, നല്ല ഉഷാറായിട്ട് അല്ലേ. കാണാൻ നമ്മുടെ കണ്ണുകളിൽ അള്ളാഹ് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു പാടുന്ന ഒരു നല്ലൊരു ഗാനം തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് പാടാൻ പറ്റിയ ഒരു പാട്ടും കൂടെയാണത്. കാണാൻ നമ്മുടെ കണ്ണുകളിൽ നിന്നുള്ള ഈ ഒരു പാട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പാടി പാടി രസിച്ചിരിക്കാൻ പറ്റിയ ഒരു പാട്ട് തന്നെയാണ് മുഹമ്മദ് അമാൻ സെലക്ട് ചെയ്തത്. വളരെ മനോഹരമായിട്ട് അവൻ അതെന്ത് ചെയ്തു, അവതരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും മാഷാ അല്ലാഹ്, ഇനിയും കൂടുതൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരാളിലേക്ക് പോകാം അല്ലേ. അടുത്ത ആള്
അസ്വ എച്ച് അല്ലേ, മലയാളം ഗാനമാണ്. KSBS എന്താണ്, കരിപ്പോട്, പാലക്കാട് ജില്ലയിലെ കരിപ്പോടിൽ നിന്നുള്ള KSBS സ്കൂളിലെ 5ാം ക്ലാസ് കാര്യമാണ് അല്ലേ. അസ്വ എച്ച് മലയാള ഗാനമാണ്. നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീ വിധത്തിൽ പടച്ചു വെച്ചു, ആരീ വിധത്തിൽ പടച്ചു വെച്ചു. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും വിജ്ഞാനമൊക്കെയും റബ്ബിൽ നിന്ന് വികാര വിചാരം കനിന്നവനെ വിശ്വാസമുള്ളിലുറച്ചവന് വിജയ സ്വർഗത്തോ പുറപ്പു തന്ന്. വിജ്ഞാനമൊക്കെയും റബ്ബിൽ നിന്ന് വിചാര വികാരം കനിന്നവന് വിശ്വാസമുള്ളിലുറച്ചവന് വിജയ സ്വർഗത്തോ പുറപ്പു തന്ന്. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീ വിധത്തിൽ പടച്ചു വച്ചു, ആരീ വിധത്തിൽ പടച്ചു വച്ചു. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും മണ്ണിലെ പാൽച്ചെടി പുൽക്കൊടിയും വിണ്ണിലെ സൗരാണ്ഡഗോളങ്ങളും കണ്ണിലുൾക്കൊള്ളാത്ത സത്യങ്ങളും എണ്ണിറക്കി വളർത്തി വയ്ക്കും, എണ്ണിറക്കി വളർത്തി വയ്ക്കും. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീ വിധത്തിൽ പടച്ചു വച്ചു, ആരീ വിധത്തിൽ പടച്ചു വെച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്വമോളുടെ പാട്ടേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തിൻ്റെയും തുടക്കവും ഒടുക്കവും നന്നാവുക എന്നുള്ളത് മനോഹരമാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അതെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭൂമിയെ, അതിൻ്റെ ആകാശത്തെ എത്രത്തോളം മനോഹരമായി പടച്ചു വെച്ചു എന്നുള്ള ഒരു മനോഹരമായ ഗാനമാണ് അസ്വമോൾ നമുക്ക് പാടിത്തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അസ്വയുടെ വോയിസാണ്. അടിപൊളി വോയിസ് അല്ലേ. അതെ, അതിനനുസരിച്ചിട്ടുള്ള പാട്ടും രണ്ടും കൂടെ ചേരുമ്പോൾ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിനെ നമ്മൾക്ക് ഏറ്റവും മനോഹരമായിട്ട് സങ്കല്പിക്കാനും പറ്റും. അതായത് ഭൂമിയെ, അതിലുള്ള പുഴകളെ, കടലുകളെ, പർവ്വതങ്ങൾ, മരങ്ങൾ, പൂക്കൾ, ചെടികൾ ഇല്ല, ഇതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം മനോഹരമാക്കി എന്നുള്ളത് ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു പാട്ടിൻ്റെ ആത്മാവിന് ജീവൻ വെക്കാൻ അതുപോലെയുള്ള സൗണ്ടും വേണം, വോയിസ് വേണം. അതുപോലെ തന്നെ ആ പാട്ടിൻ്റെ സംഗതികളെല്ലാം ഉൾക്കൊള്ളുകയും വേണം. അങ്ങനത്തെ ഒരു അവതരണമാണ് അസ്വ നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ രണ്ട് സന്തോഷ സുദിനത്തിൽ, ഈദുൽ
ഫിത്തറിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കുടുംബബന്ധം ചേർത്ത് കൂട്ടുകാരോടൊപ്പം കളിച്ച് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ നല്ല രൂപത്തിൽ കഴിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യങ്ങൾ നേടുന്ന ഒരു സന്ദർഭത്തിൽ കൂടെയാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ശവ്വാൽ മാസത്തിലെ 6 നോൽമ്പും ഒക്കെ എടുത്ത് പീസ് റേഡിയോയുടെ കൂടെ പുണ്യങ്ങൾ നേടി ദീൻ പഠിച്ച് അതോടൊപ്പം തന്നെ പീസ് റേഡിയോയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ മുതലാക്കിക്കൊണ്ട് അത് കേട്ടുകൊണ്ടല്ലേ, അതെ, അങ്ങനെയൊക്കെ നന്മയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഈ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.